നമുക്ക് ഫ്ലാറ്റൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്കൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റിനുള്ളിൽ നെസ്റ്റഡ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിക്കുള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിൽ ഇക്കുള്ളിൽ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് നെസ്റ്റിങ് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റിനെ ഫ്ലാറ്റൻ ചെയ്യണം. ഫ്ലാറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡിലത്തെ ഇൻപുട്ടിന് ഔട്ട്പുട്ടായിട്ട് വരിക A12 B3. സിക്കുള്ളിൽ വീണ്ടും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ D4. അന്നേരം C.D. നമ്മൾ ആ നെസ്റ്റിങ്ങിനെ റിമൂവ് ചെയ്യണം. C.D4 എന്ന് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈക്കുള്ളിൽ വീണ്ടും F എന്ന് പറഞ്ഞാൽ ഒരു കീ ഉണ്ട്. അന്നേരം C.E.F. സിക്കുള്ളിൽ ഇക്കുള്ളിൽ F. അങ്ങനെ 5 എന്ന് വന്നു. പിന്നെ C.G. അത് 6, 7. ഈ ഒബ്ജക്റ്റിനെ ഫ്ലാറ്റൻ ചെയ്താൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നമുക്ക് ഒരു ഫ്ലാറ്റൻ ഫംഗ്ഷൻ എഴുതാം. ഫ്ലാറ്റൻ OBJ. നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. കോൺസ് റിസൾട്ട് ഈക്വൽ ടു empty ഒബ്ജക്റ്റ്. ഇനി ഓരോ കീയിലൂടെയും നമ്മൾ ഐറ്ററേറ്റ് ചെയ്യുന്നു. ഫോർ ലെറ്റ് കീ ഇൻ OBJ. ഇനി ഏതെങ്കിലും ഒരു കീൻ്റെ വാല്യൂ ഒബ്ജക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെയായിരിക്കും? ഇഫ് ടൈപ്പ് ഓഫ് OBJ ഈക്വൽ ടു ഒബ്ജക്റ്റ്. എൽസ് നമ്മൾ റിസൾട്ട് എൽസ് കേസിൽ എന്തായിരിക്കും ചെയ്യുക? ഡയറക്റ്റ് ഈ കീയും വാല്യൂവും നമ്മൾ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. റിസൾട്ട് ഓഫ് കീ ഈക്വൽ ടു OBJ ഓഫ് കീ. ഇവിടെ സിയുടെ ടൈപ്പ് ആയിട്ട് വരിക ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഓഫ് കീ. അതായത് സിയുടെ വാല്യൂ ഒബ്ജക്റ്റ് ആണ്. അന്നേരം എന്തായിരിക്കും ചെയ്യുക? ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്യും. ഈ ഒബ്ജക്റ്റിനെ ഫ്ലാറ്റൻ ചെയ്ത് എന്തായിരിക്കും നമുക്ക് കിട്ടുക? സിയുടെ ഉള്ളിലുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്യണം. D4 E.F 5 G6 7. ഇതായിരിക്കും ഈ ഒബ്ജക്റ്റിനെ ഫ്ലാറ്റൻ ചെയ്ത് നമുക്ക് കിട്ടുക. നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഞങ്ങൾ ഫ്ലാറ്റൻ ചെയ്യാം. കോൺസ് നെസ്റ്റഡ് ഫ്ലാറ്റൻഡ് ഒബ്ജക്റ്റ് ഈക്വൽ ടു നമ്മൾ ഇപ്പോൾ എഴുതിയ ഫംഗ്ഷനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുന്നു. ഇങ്ങനൊരു ഒബ്ജക്റ്റ് കിട്ടിയാൽ എന്തായിരിക്കും നമ്മൾ ഈ കേസ് ചെയ്യുക? സിനെ ഓരോ കീയുടെ ഫ്രണ്ടിലോട്ടും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. റിസൾട്ട് ഓഫ് കീ പ്ലസ് ഡോട്ട്. ഇവിടെ C.D C.E.F C.G എന്ന് ഔട്ട്പുട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നെസ്റ്റഡ് ഫ്ലാറ്റൻ ഒബ്ജക്റ്റിലുള്ള ഓരോ കീയിലോട്ടുമാണ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നത്. ഫോർ ലെറ്റ് നെസ്റ്റഡ് കീ ഇൻ നെസ്റ്റഡ് ഫ്ലാറ്റൻഡ് ഒബ്ജക്റ്റ്. പ്ലസ് നെസ്റ്റഡ് കീ. ഇവിടെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്യുന്നത് ഓരോ എലമെൻറ്റുമാണ്. ഫ്ലാറ്റൻ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് കീ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റൻ ഓഫ് OBJ നല്ല കൊടുക്കേണ്ടത്. ഫ്ലാറ്റൻ ഓഫ് OBJ ഓഫ് C എന്നാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ OBJ ഓഫ് കീ. റിസൾട്ട് ഓഫ് കീ പ്ലസ് ഡോട്ട് പ്ലസ് നെസ്റ്റഡ് കീ ഈക്വൽ ടു എന്തായിരിക്കും? നെസ്റ്റഡ് ഫ്ലാറ്റൻഡ് OBJ ഓഫ് നെസ്റ്റഡ് കീ. ഇനി നമ്മൾ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യും. console.log flatten of OBJ. നമുക്ക് A12 B3 C.D4 C.E.F 5 പിന്നെ C.G6 7 ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നത് C.G.06 C.G.17 എന്നാണ്. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ടൈപ്പ് ഓഫ്
ഈ അറേ നോക്കി കഴിഞ്ഞപ്പോൾ അതും ഒബ്ജക്റ്റാണ്. നമുക്കറിയാം ടൈപ്പ് ഓഫ് അറേയും ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഫോർ ലെറ്റ് കീ ഇൻ 6 7 എന്ന് വന്നു. അന്നേരം കീ ആയിട്ട് ഒരു അറയിലൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം കീ എന്തായിരിക്കും? ഇൻഡെക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ G.06 G.17 വന്നത്. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അതിന് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആൻഡ് നോട്ട് അറേ ഡോട്ട് ഈസ് അറേ OBJ ഓഫ് കീ. അന്നേരം നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ ഒരു ആൻഡ് കണ്ടീഷൻ കൂടി കൊടുത്തു. A12 B3 CD4 CEF5 CG67. അങ്ങനെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടി.